നിസാരമായി കാണല്ലേ പെങ്ങള്, നിസാരമായി കാണല്ലേ വാപ്പാ. ലോകത്തിന്റെ അധിപനായ അല്ലാഹ് എങ്ങാനും നിന്നെ എഴുതി തള്ളിയാൽ പിന്നെ ഒരാൾക്കും നിന്നെ നന്നാക്കാൻ കഴിയില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ പിന്നെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഭയക്കണേ, പേടിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെയാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മക്കളെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, 5 നേരം നിസ്കരിക്കണേ, ധിക്കാരമൊക്കെ മാറ്റണേ, മോനെ ഔറത്ത് മറച്ച് നടക്കണേ, പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്. അതുകൊണ്ടാണ് നീ മറ്റൊരന്യ പുരുഷനോട് സലാം പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ, ഏ പെണ്ണേ, നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാ. പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാ, സൂക്ഷിക്കണേ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ 70 പടച്ചവന് നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് ഈ ദുനിയാവിൽ കാണുന്ന തീ. ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ. അവര് ചോദിക്കുന്നു, എന്തൊരു തള്ളലാ ഉസ്താദേ, നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് ദുനിയാവിലെ തീ എന്നൊക്കെ പറയുന്നല്ലോ. അല്ലാഹുവേ, നമ്മളെ പരിഹസിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ. അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത്? ഉസ്താദേ, നിങ്ങൾ പറയുന്നത് നരകത്തെ അല്ലാഹു പടച്ചെന്നല്ലേ? അതിരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ, ബുദ്ധി കൂടിയ പെങ്ങന്മാരെ, ഞങ്ങളെ നരകത്തെ കുറിച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ, അതെല്ലാം കോമഡിയല്ലേ, അതൊക്കെ തള്ളലല്ലേ പെങ്ങള്? എന്നാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോളെ? എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ. വഴുത് കേൾക്കുന്ന പെങ്ങളെ, നരകത്തെ കണ്ടാ വിശ്വസിക്കുമോ മോള്? എങ്കിൽ കാണും മോള്. എപ്പോഴാണ് കാണുന്നതെന്നറിയുമോ? പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല നഗ്നരായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. ഇന്ന് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഓരോ മനുഷ്യന്റെയും തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുമ്പോ
ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ, ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മ, ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടെവിടെയാണെന്നറിയോ? വിയർപ്പ് എവിടെയാണെന്നറിയുവോ? ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേല. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ? അടുപ്പത്തിരിക്കുന്ന കരത്തിനകത്ത് ചോറ് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 പാത്രത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ജിബ്രീൽ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ അതാ അനുയായികളെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തു കൊണ്ടുവരാൻ, ചങ്ങലയെടുത്തു കൊണ്ടുവരാറ്. പടച്ചവനെ 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്, 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. എടാ ചെറുപ്പക്കാരാ, മോനെ, ചങ്ങല കൊളുത്തുകൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, കൊളുത്തുകൾ ചേർത്തു വച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല, അതിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ഈ കാണുന്ന ദുനിയാവ് മതിയാകില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല പണിതിരിക്കുന്നത്. 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് കരഞ്ഞുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ആ നരകത്തെ കൊണ്ടുവരുമ്പോ എവിടെയാണ് ഉസ്താദേ, എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ അല്ലാഹുവെ വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, അബ്സർനാ, നരകം കണ്ട്
കണ്ട് റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ട് റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ട് റബ്ബേ, നരകത്തിന്റെ തീ കണ്ട് റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ. വിശ്വാസമായി പടച്ചവരെ, ഫർജിഅനാ ഫർജിഅനാ, തെണ്ടുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്നിട്ട് നീയൊക്കെ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, മക്കളെ നിസ്കരിക്കണേ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഉസ്താദന്മാര് പറയുന്നു, മക്കളെ 5 നേരം നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം, എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. എടാ ബാങ്ക് വിളിക്കുന്നടാ. ഇങ്ങനെ പള്ളിയുടെ പരിസരത്ത് ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കണ ചെറുപ്പക്കാരോട്, മക്കളെ ബാങ്ക് വിളിക്കുന്നടാ. മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ, അല്ലാതെ പാട്ട് പാടാനല്ല. ഓന്റെ ജോലി ചെയ്യുന്നതിന് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? എടാ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, ഇമാമിന്റെ ജോലി ചെയ്യുന്നു. എനിക്ക് വെള്ളിയാഴ്ച 1 മണിക്ക് മാത്രം ഒന്ന് കയറി തല കാണിച്ചാൽ മതി. അത് നമ്മുടെ ജീവിതം. നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടി. അതൊക്കെ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനല്ലേ. എടാ മോനെ, കള്ളു കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. മോനെ, നിന്റെ തൊണ്ടയ്ക്ക് താഴെ 1 തുള്ളി കള്ളിറങ്ങിയ എടാ നീ നരകത്തിലാടാ, നീ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരാ. എടാ, കള്ളു കുടിക്കുന്നവൻ നീ മനസ്സിലാക്കേണ്ടത്, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല, കള്ളു കുടിക്കുന്നവന്റെ കൂടെ സഹവസിക്കാൻ പാടില്ല, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവനുമായിട്ട് നീ ഇരിക്കാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കള്ളുകുടിയന്റെ കൂടെ പോലും നടക്കാൻ പാടില്ലെന്ന, കഞ്ചാവടിക്കുന്നവന്റെ കൂടെ പോലും നടക്കരുത്, കാരണം അത്രത്തോളം വലിയ പാപം ചെയ്യുന്നവനവൻ. അതൊക്കെ പറയുമ്പോ ഉസ്താദ് ഒന്ന് വലിച്ചു നോക്കും. ഉസ്താദിനൊന്നും അറിയാഞ്ഞിട്ടാ.